ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 17th ക്വസ്റ്റ്യൻ ഇലക്ട്രോണിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോജിക് കേസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ദ ഗിവൺ സർക്യൂട്ട് വർക്ക്സ് ആസ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു. ഈ ഗേറ്റ് എന്താ? ഇത് നോട്ട് ഗേറ്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എ കൊടുത്താൽ ഇവിടെ എന്താ വരിക? എ കോംപ്ലിമെൻ്റ് ആണ് വരിക. ഇവിടെ ബി കൊടുത്താൽ ഇവിടെ ബി കോംപ്ലിമെൻ്റ് ആയി വരും, അല്ലേ? ഇതെന്ത് ഗേറ്റ് ആണ്? ഇത് നോർ ഗേറ്റ് ആണ്, അല്ലേ? ഇവൻ്റെ ഔട്ട്പുട്ട്, ഈ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഞാൻ നോക്കിയാൽ എ കോംപ്ലിമെൻ്റ് ബി കോംപ്ലിമെൻറ്റിൻ്റെ എന്ത് ചെയ്യാണ്? നോറയാണ്, അല്ലേ? നോറയാന്ന് വെച്ചാൽ ഓർ ചെയ്ത് ഇൻവേർട്ട് ചെയ്യാണ്, ശരിയാണോ? ഇത് ഇൻ എഫക്റ്റ് എന്താണ് വരിക? നമ്മൾ ഡിമോർഗൻസ് തിയറം യൂസ് ചെയ്താൽ എ ഡബിൾ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഡബിൾ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് എ ബി എന്നല്ലടാ മക്കളെ വരിക, അല്ലേ? അപ്പോൾ ഇവിടെ എത്തിയാൽ അത് എ ബി ആയി എന്ന് മനസ്സിലായോ? എ ബി, അല്ലേ? അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഓപ്പറേഷനാണ് ഇത്. അപ്പോൾ ഇത്രയും സാധനം ആൻഡ് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ ആണ് എന്ന് മനസ്സിലായോ? ഇനിയൊരു നോട്ട് കൂടിയല്ലടാ, അല്ലേ? അപ്പോൾ ഇവിടെ ഇത്രയും സാധനം ആൻഡ് ഗേറ്റ് ആണെങ്കിൽ, ഇത്രയും സാധനം ആൻഡ് ഗേറ്റ് ആണെങ്കിൽ, ഇത്രയും സാധനം ആൻഡ് ആണെങ്കിൽ, അപ്പോൾ ഈ കോമ്പിനേഷൻ എന്താ? ആൻഡ് പ്ലസ് നോട്ട്, അല്ലേ? അല്ലേ? ആൻഡ് പ്ലസ് നോട്ട് എന്ത് ഗേറ്റ് ആണ്? നാൻഡ് ഗേറ്റ് ആണ് എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ആ ഫിഗർ നാൻഡ് ഗേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.